വെറുതെ വെള്ളത്തിൽ കഴുകിയാലൊന്നും ഈ അണുക്കൾ പോവില്ല. ഈ അണുക്കൾക്ക് ഇപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക്ക് നോക്കിയാൽ അതിൻ്റെ പുറത്ത് മുള്ളുണ്ട്, മുള്ളു പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയാലും പോവില്ല. അത് പോകണമെങ്കിൽ സോപ്പിട്ട് തന്നെ കഴുകണം. സോപ്പിട്ട് കഴുകിയാൽ അതെല്ലാം നല്ല 100% പോയി കിട്ടും. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ തന്നെ ഒരു സോപ്പ് പെട്ടി അടിച്ചു വെക്കണം. ഇന്നില്ലാത്തവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട വീട്ടിലെ ടോയ്ലറ്റിൽ ഒരു സോപ്പ് പെട്ടി അടിച്ചു വെച്ച് അതിനകത്ത് ഒരു പകുതി സോപ്പ് ഇട്ട് വെക്കുക. അവിടെ നിന്ന് കഴിയുന്നവർ എല്ലാവർക്കും അറിയാം കൈ എഴുതുന്ന സ്റ്റെപ്പുകൾ. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ആ സ്റ്റെപ്പുകൾ അവിടെ ഇരുന്ന് പെട്ടെന്നൊന്ന് ഈ അറ്റമൊക്കെ ഇങ്ങനെ കഴുകി ഇത്രയും ഭാഗം കഴുകിയിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അത് കുട്ടികൾ തൊട്ട് ശീലിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഈ ഒരു കൈ എഴുതുന്നതിന് നമുക്ക് എത്ര രൂപ ചിലവ് വരും? പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ പറയാ. ചിലവർ പച്ചവെള്ളമേ കുടിക്കുള്ളൂ. അത് ആര് പറഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കുന്നത്? പച്ചവെള്ളം കുടിക്കുന്നത് മൃഗങ്ങൾക്കാണ്. മാടിനും ഒക്കെ പച്ചവെള്ളം കൊടുക്കുക. മനുഷ്യന് ബുദ്ധിയുള്ളതുകൊണ്ട് തിളപ്പിച്ച വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചിട്ട്